ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയത് തന്നെ അനീഷും ആദിലും നൂറയും ഷാനവാസും ചേർന്നുള്ളൊരു തർക്കത്തിലാണ്. അതായത് ആദിലയും നൂറയും ഷാനവാസും ചേർന്ന് പറയുകയാണ് അനീഷ് നെൽപ്പാടം വിറ്റിട്ടാണ് ഇത് PR കൊടുത്തിട്ടാണ് ബിഗ് ബോസിൽ വന്നത് എന്ന്. അനീഷ് അത് നിഷേധിക്കുകയും ചെയ്തു. ഞാൻ ചെക്ക് ചെയ്തിടത്തോളം ഇത് കണ്ടില്ലേ, അനീഷിൻ്റെ ഇൻസ്റ്റാഗ്രാമാണ്. അതിൽ ലാസ്റ്റ് പോസ്റ്റ് ഇട്ട് ജൂലൈയിലെത്തിയാണ്. വേറൊരു ആൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ കൊടുത്ത പോലെ ഒന്നുമില്ല. അതേപോലെ തന്നെ യൂട്യൂബും ലാസ്റ്റ് വീഡിയോ കണ്ടാലറിയാം അനീഷ് സാമ്പിൾസ് അങ്ങനെ ആണ് യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമും ഒരേ പേരാണ്. അനീഷ് സാമ്പിൾസ് ആണ് കേട്ടോ പേര്. സോ ഇതിൽ കൂടുതലും അനീഷ് ലാസ്റ്റ് ബിഗ് ബോസ് പോണതിൻ്റെ മുമ്പ് 2 മാസം മുമ്പിലെ വീഡിയോസാണ്. പിന്നെ അതിനുശേഷം ഒരു അപ്ഡേറ്റും ഇല്ല. പക്ഷേ ഈ കുറ്റപ്പെടുത്തുന്ന ഷാനവാസിൻ്റെ എല്ലാം അക്കൗണ്ട് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അത് ഓൾറെഡി വേറൊരാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ കൊടുത്തതാവും. ഞാൻ അവർക്ക് PR ഉണ്ടെന്ന് പറയുകയല്ല കേട്ടോ, ചിലപ്പോൾ അവരുടെ ഫാമിലി മെമ്പേഴ്സിന് ആർക്കെങ്കിലും കൊടുത്തതായിരിക്കാം. ബട്ട് ഈ കമൻസൊക്കെ കാണുമ്പോൾ എന്തായാലും ഷാനവാസിനും ആദിലയ്ക്കും നൂറയ്ക്കും അനുമോൾക്ക് ഇവർക്കെല്ലാം നല്ല PR ഉള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. സോ അവരുടെ ഇത് മറച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് PR കൊടുക്കാത്ത ഒരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അതുമല്ലാതെ ഇത്രയും നാൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചതിക്കുന്ന ഒരാളെ എങ്ങനെ ലൈഫിൽ ആരെങ്കിലും വിശ്വസിക്കുക? അനീഷിനെ പറ്റി ഏറ്റവും വലിയ തെറ്റാണ് ഷാനവാസിനൊരു ഫ്രണ്ടായി കരുതിയത്. പക്ക അഭിനയമായി എനിക്ക് തോന്നി. ഇനിയിപ്പോൾ ആരൊക്കെ ഷാനവാസിൻ്റെ PR വർക്ക് ആര് എന്ത് കമൻ്റ് ഇട്ടാലും നോ ഇഷ്യൂ. ബട്ട് ഷാനവാസ് ഭയങ്കര ഫേക്കാണ്.